വെൽക്കം ടു Rameshvoice. പച്ച മലയാളത്തിലൂടെ കിടിലൻ ഇംഗ്ലീഷ്. ഹാവിങ് സെഡ് ദാറ്റ്, ഇതൊക്കെ എങ്ങനെ പ്രയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം, ഹാവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്വന്തമായുള്ള അവസ്ഥ, സ്വന്തമായി ഉണ്ടായിരിക്കുക. ഹാവിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്വന്തമായി ഉണ്ടാകുന്നത്, അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. Having a good dictionary can help improve your English. ഒരു നല്ല ഡിക്ഷണറി ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. Having a good dictionary can help improve your English. Help to improve. Help കഴിഞ്ഞാൽ പിന്നെ to വേണ്ട. Can help improve your English. Having a reliable friend in life is invaluable. Having a reliable friend in life is invaluable. ജീവിതത്തിൽ വിശ്വസ്തനായ ഒരു ചങ്ങാതി ഉണ്ടായിരിക്കുന്നത് അമൂല്യമാണ്, വിലമതിക്കാനാകാത്തതാണ്. Having enough savings can provide a sense of security. മതിയായ സമ്പാദ്യമുണ്ടാകുക എന്നത്, ആ അവസ്ഥ നമുക്ക് സുരക്ഷിതത്വബോധം നൽകും. Having good health is everyone's priority. Having good health is everyone's priority. നല്ല ആരോഗ്യം ഉണ്ടായിരിക്കുക എന്നത്, ആ അവസ്ഥ എല്ലാവരുടെയും മുൻഗണനയാണ്, പ്രയോറിറ്റിയാണ്. ഇനി ഹാവിങ് എന്ന് പറഞ്ഞാൽ ചില പ്രവൃത്തികൾ ചെയ്യുക, പ്രവൃത്തികളിൽ ഏർപ്പെടുക, കഴിക്കുക, ഭക്ഷിക്കുക എന്ന അർത്ഥത്തിലും ഹാവിങ് യൂസ് ചെയ്യാറുണ്ട്. കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഹാവിങ് എ ബാത്ത്, ഹാവിങ് എ പാർട്ടി, ഒരു പാർട്ടി നടത്തുക അല്ലെങ്കിൽ പാർട്ടിയിൽ പങ്കെടുക്കുക. ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഷീ ഹാസ് ബീൻ ഹാവിങ് പിയാനോ ലെസൺസ് ഫോർ 5 years. അവൾ 5 വർഷങ്ങളായി പിയാനോ ലെസൺസ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഹീസ് ഹാവിങ് എ ബാത്ത്, അവൻ കുളിക്കുകയാണ്. We are having a great time at the beach. ഞങ്ങൾ ബീച്ചിൽ രസകരമായി സമയം ചെലവഴിക്കുകയാണ്. We are having a great time at the beach. I'm having breakfast. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. She's having an അച്ചപ്പം for a snack. അവൾ സ്നാക്കിന് ഒരു അച്ചപ്പം കഴിക്കുകയാണ്. They are having coffee. അവർ കാപ്പി കുടിക്കുകയാണ്. Are you having lunch now? നിങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കുകയാണോ? I'm having a party next week. Would you like to come? ഞാൻ അടുത്ത ആഴ്ച ഒരു പാർട്ടി നടത്താൻ പോവാണ്. നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ? Sure, I'd love to. Having a chance to meet new people sounds fun. പുതിയ ആളുകളെ പരിചയപ്പെടാനുള്ള അവസരം ലഭിക്കുക എന്നത് രസകരമായൊരു കാര്യമാണ്. ഹാവിങ് എ ചാൻസ് ടു മീറ്റ്, അങ്ങനെ ഒരു അവസരം ലഭ്യമാകുക എന്നത്. ഹാവിങ് എ ചാൻസ് ടു മീറ്റ് ന്യൂ പീപ്പിൾ സൗണ്ട്സ് ഫൺ. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നത്തെ നേരിടുക, അഭിമുഖീകരിക്കുക എന്നതിനും ഹാവിങ് യൂസ് ചെയ്യാം. ഐ എം ഹാവിങ് സം ട്രബിൾ വിത്ത് മൈ കമ്പ്യൂട്ടർ. എൻ്റെ കമ്പ്യൂട്ടറിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു പ്രശ്നം ഞാൻ നേരിടുകയാണ്. ഐ എം ഹാവിങ് സം ട്രബിൾ വിത്ത് മൈ കമ്പ്യൂട്ടർ. They are having a great time at the party. അവർ പാർട്ടിയിൽ അടിച്ചു പൊളിക്കുകയാണ്, പാർട്ടി എൻജോയ് ചെയ്യാണ്, അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. We are having difficulty finding the right location. ശരിയായിട്ടുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ട് നേരിടുകയാണ്. We are having difficulty finding the right location. She is having a bad day. അവൾക്കിന്നൊരു ചീത്ത ദിവസമാണ്. അവൾ ഇന്നൊരു ചീത്ത ദിവസത്തെ അഭിമുഖീകരിക്കുകയാണ്. ഹാവിങ് സെഡ് ദാറ്റ് മറ്റൊരു പ്രയോഗമാണ്. എന്നിരിക്കലും, അങ്ങനെയാണെങ്കിലും, കാര്യം അങ്ങനെയൊക്കെയാണെങ്കിലും എന്നൊക്കെ പറയാനായിട്ട്. ഐ ലവ് ദ റെയിൻ. ഹാവിങ് സെഡ് ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക് ഗെറ്റിംഗ് വെറ്റ്. മഴ എനിക്കിഷ്ടമാണ്, പക്ഷേ കാര്യമൊക്കെ ശരി, എനിക്ക് നനയാൻ ഇഷ്ടമല്ല, നനയുന്നത് ഇഷ്ടമല്ല. The movie was really exciting. Having said that, I thought the ending was a bit predictable. സിനിമ ഗംഭീരമായിരുന്നു,
സംഗതി അങ്ങനെയാണെങ്കിലും എന്നിരിക്കലും ഐ തോട്ട് ദി എൻഡിങ് വാസ് എ ബിറ്റ് പ്രെഡിക്റ്റബിൾ. അതിൻ്റെ എൻഡിങ് പ്രെഡിക്റ്റബിൾ ആണ്. അതിലൊരു സസ്പെൻസോ അല്ലെങ്കിൽ ആകാംക്ഷയോ ഉണ്ടായിരുന്നില്ല. ഐ എൻജോയ് വർക്കിംഗ് ഹിയർ. ഹാവിങ് സെഡ് ദാറ്റ് ദ കമ്മ്യൂട്ട് ഈസ് ക്വൈറ്റ് ലോങ്. ഐ എൻജോയ് വർക്കിംഗ് ഹിയർ. ഹാവിങ് സെഡ് ദാറ്റ് ദ കമ്മ്യൂട്ട് ഈസ് ക്വൈറ്റ് ലോങ്. എനിക്കിവിടുത്തെ ജോലി ഇഷ്ടമാണ്, പക്ഷേ എന്നിരിക്കലും ദ കമ്മ്യൂട്ട് ഈസ് ക്വൈറ്റ് ലോങ്. പക്ഷേ യാത്ര വളരെ ദീർഘമാണ്, ദീർഘയാത്രയാണ്, നീണ്ടതാണ്, വളരെ സമയമെടുക്കുന്ന യാത്രയാണ്. ദ ബുക്ക് ഈസ് വെരി ഇൻഫോർമേറ്റീവ്. ഹാവിങ് സെഡ് ദാറ്റ് ഇറ്റ്സ് എ ലിറ്റിൽ ഡ്രൈ. ഹാവിങ് സെഡ് ദാറ്റ് എന്നിരിക്കലും ഇറ്റ്സ് എ ലിറ്റിൽ ഡ്രൈ. അത് അല്പം ഡ്രൈ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഹാവിങ് പ്രയോഗിക്കാം. സോ മറ്റു വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ. താങ്ക് യു. ടേക്ക് കെയർ. സ്റ്റേ ഓസം.